സന്യാസം എത്ര തരം? അതൊരു വല്ലാത്ത ചോദ്യമാണ്. പലതരമുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള സന്യാസവും സന്യാസിമാരും ഉണ്ട്. ഉത്തരഭാരതത്തിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ കാണാം. പലതരമുണ്ട്. ശൈവ സന്യാസിമാർ, വൈഷ്ണവ സന്യാസിമാർ, ദ്വൈതികൾ, വിശിഷ്ടദ്വൈതികൾ, അദ്വൈതികൾ, എന്തെല്ലാം. ഇനി സന്യാസത്തെ നമ്മൾ ശാസ്ത്രീയമായി സമീപിക്കുമ്പോൾ കുടീചക ബഹൂതക ഹംസ പരമഹംസ ഭേദേന, കുടീചക ബഹൂതക ഹംസ പരമഹംസ ഭേദേന 4 പ്രകാരമുണ്ട് സന്യാസം. അവനവൻ്റെ അധീനതയിലോ സ്വാധീന വലയത്തിലോ ഒരു കുടിയുണ്ടാക്കി അവിടെ സ്ഥിരമായി താമസിച്ച് അനുസന്ധാനം ചെയ്ത് കഴിയുന്നത്, പലയിടത്ത് പോയി ഭിക്ഷാടനം ചെയ്ത് ഒരിടത്തേക്ക് കൊണ്ടുവന്ന് കഴിച്ച് കഴിയുന്നത്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് താമസിക്കാതെ സഞ്ചരിച്ച്, എന്നാൽ തൻ്റെ സന്യാസത്തിന് മുമ്പുള്ളതായ വർണ്ണാദി അഭിമാനം വെടിയാതെ, പൂർണ്ണമായി കർമ്മങ്ങളെ പരിത്യജിക്കാതെ ദണ്ഡം സാക്ഷിയാക്കി കർമ്മം ചെയ്യുന്ന അങ്ങനെയുള്ള ഹംസ ദീക്ഷ. ഈ വകയെല്ലാം ഉപേക്ഷിച്ച് തീർത്തും ആത്മാനുസന്ധാനപരായണനായി കഴിയുന്നത് പരമഹംസം. അങ്ങനെ 4. ഇനി വേറൊരു വിഭാജനക്രമം അനുസരിച്ച് വിവിധിഷാ സന്യാസം, വിദ്വത്സന്യാസം. തത്വജിജ്ഞാസുവായി ഗുരുനാഥനെ പ്രാപിച്ച് ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടു കൂടി സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത് വിവിധിഷാ സന്യാസം. സ്വയം ഞാൻ സന്യസ്തനാണ് എന്ന് സങ്കല്പിച്ച് സന്യാസത്തിൻ്റെ ബാഹ്യലിംഗങ്ങളൊക്കെ ധരിച്ച് സന്യാസ നിഷ്ഠയിൽ കഴിയുന്നത് വിദ്വത് സന്യാസം. ഇങ്ങനെയൊക്കെ പലതരം സന്യാസങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ ഒരു സന്യാസിയായി ഒതുക്കാൻ പറ്റില്ല. അല്ലേ? സന്യാസിയായിട്ട് ഒതുക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ തോന്നുമ്പോൾ വലിയൊരു മഹർഷിയായിട്ട് ഹർഷ മഹിമ മുഴുവൻ സമാഹൃതമായ ഭാവം നമുക്ക് കാണാം. ചിലപ്പോൾ ഒരു സന്യാസിയായിട്ട് കാണാം. കാരണം അവർ വിധിപ്രകാരം ഗുരുനാഥൻ്റെ അടുത്ത് ദീക്ഷ സ്വീകരിച്ചവരോ സ്വയം ഞാൻ സന്യസിച്ചു എന്ന് പറഞ്ഞവരോ അല്ല. എന്നാൽ ഗുരുദേവൻ സിലോണിലേക്ക്, അന്നത്തെ പേരാട്ടോ സിലോണിലേക്ക് പോകുന്ന സമയത്ത് ശിഷ്യന്മാർ കാഷായ വസ്ത്രം കൊടുത്തപ്പോൾ അത് വാങ്ങി കയ്യിൽ വയ്ക്കുകയും ഈശ്വരൻ തന്നെ നമ്മുടെ ഗുരു എന്ന് പറഞ്ഞ് ഉടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സിലോണിൽ നിന്ന് വരുന്നവരെ കാഷായ വസ്ത്രം ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് സന്യാസം സ്വീകരിക്കുക തുടങ്ങിയതുണ്ടായിട്ടില്ല. എന്നാൽ സന്യാസ സമ്പ്രദായ പ്രവർത്തകനായിരുന്നു ഗുരുദേവൻ. കാരണം ഗുരുദേവൻ്റെ ശിഷ്യന്മാർ ധാരാളം പേര് സന്യാസം സ്വീകരിച്ചു സന്യാസ നിഷ്ഠയിൽ കഴിഞ്ഞവരാണ്. ഇതുപോലെ തന്നെയാണ് ചട്ടമ്പിസ്വാമി തിരുവടികളും. അതുപോലെ തന്നെയാണ് ചട്ടമ്പിസ്വാമി തിരുവടികളും ശുഭ്ര വസ്ത്രത്തിലാണ് പരിപൂർണമായി സഞ്ചരിച്ചത്. എന്നാൽ അവിടുത്തെ ശിഷ്യന്മാരായിട്ട് സന്യാസിമാർ ഉണ്ടായിട്ടുണ്ട്. അതും ഒരു സന്യാസ സമ്പ്രദായ പ്രവർത്തകനാവുകയും ചെയ്തു. അങ്ങനെ ധാരാളം മഹാപുരുഷന്മാർ ഉണ്ടായിട്ടുണ്ട്. ശരി, തൈക്കാട്ട് അയ്യാസ്വാമികളാണ് ഇവരുടെയൊക്കെ ഗുരുനാഥൻ.
അത് സന്യാസമല്ല. അതിസൂക്ഷ്മ യോഗ സാധനകളിൽ അങ്ങ് പാരംഗതനായിരുന്നു തൈക്കാട്ട് അയ്യാവ്. അങ്ങനെ ഒരു മഹാപുരുഷനിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ ബാലസുബ്രഹ്മണ്യ മന്ത്രം സ്വീകരിച്ച് അനുഷ്ഠിച്ച് പരിവ്രജനം ചെയ്ത് കഴിഞ്ഞിരുന്ന കുഞ്ഞമ്പിള്ള ചട്ടമ്പി. കുഞ്ഞമ്പിള്ള ചട്ടമ്പിയാണ് പിന്നീട് ചട്ടമ്പിസ്വാമി തിരുവടികളായിട്ട് മാറുന്നത്. അവിടുന്ന് അതിസൂക്ഷ്മമായ ശിവരാജയോഗ വിദ്യകൾ തൈക്കാട്ട് അയ്യാവിൽ നിന്ന് ശീലിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് സംബന്ധവും സമ്പർക്കമൊക്കെ ഉണ്ടായ ശേഷം ശ്രീനാരായണ ഗുരുദേവന് ഖേജരി മുദ്ര ശീലിക്കണമെന്നുള്ളൊരു ഇച്ഛ വന്നു. ഇപ്പം ഖേജരി മുദ്ര ശീലിക്കണം എന്നുള്ളത് വന്നപ്പോൾ അത് പഠിപ്പിക്കാൻ മാത്രം ആരാ ഉള്ളത്? അതിനൊറ്റയാളേ ഉള്ളൂ, തൈക്കാട്ട് അയ്യാവ്. അങ്ങനെയാണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ ശ്രീനാരായണ ഗുരുദേവനെ തൈക്കാട്ട് അയ്യാവിനരികിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വിഷയങ്ങളാണ്. ഇതിലൊക്കെ എന്തൊക്കെ പതിരും കൂട്ടിച്ചേർക്കലുകളും കിഴിക്കലുകളും ഒക്കെ നടന്നിട്ടുണ്ട് നമുക്കറിയില്ല. പരമ്പരാഗതമായി അറിഞ്ഞതാണ് അറിയിക്കുന്നത്. അങ്ങനെ തൈക്കാട്ട് അയ്യാവിൻ്റെ അടുത്തുനിന്ന് ഖേജരി മുദ്ര ശീലിച്ചു ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ഇവർ തൈക്കാട്ട് അയ്യാവിൻ്റെ ശിഷ്യന്മാരാണെന്നുള്ള സംശയമില്ല. പക്ഷെ അത് സന്യാസമല്ല, സന്യാസ ശിഷ്യന്മാരല്ല. യോഗവിദ്യയുടെ അതിസൂക്ഷ്മങ്ങളായ തലങ്ങളിലൂടെ വിഹരിച്ചവരാണിവരൊക്കെ. അതിസൂക്ഷ്മമായ തലങ്ങൾ. തൈക്കാട്ട് അയ്യാവിൻ്റെ ഒരു 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 പിന്തുടർച്ചയായിട്ട് വലിയ യോഗിമാർ തിരുവനന്തപുരത്ത് പ്രദേശത്തുണ്ടായിട്ടുണ്ട്. വലിയ യോഗിമാർ. അതിൽ ഗാർഹസ്ഥ്യം തുടർന്നവരുണ്ട്, സന്യാസ മാർഗത്തിൽ കഴിഞ്ഞവരുണ്ട്, എന്താന്ന് പറയാൻ വയ്യാത്തവരുണ്ട്, സൂഫി ആയിട്ടുള്ളവരുണ്ട്, ഒക്കെ ഉണ്ട്.